അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇവിടെ ഒരു ഷെഡ് കെട്ടിയിട്ട് ചെറിയൊരു രീതിയിൽ ഇവിടെ പരിപാടി തുടങ്ങും. അത് കഴിഞ്ഞാൽ ജംഗ്ഷനിൽ ഒരു കടയെടുക്കും. അത് നോക്കാം. കടയെടുത്തിട്ട് അവിടെ നമ്മൾ വെച്ചിട്ട് ബോർഡെല്ലാം വെച്ചിട്ട് പരിപാടി ചെയ്യും. പിന്നെ ഓൺലൈനിൽ നമ്മുടെ പരിപാടിയുണ്ട്, എവിടെ നമ്മൾ എത്തിച്ചു കൊടുക്കണം, അത് കൊടുക്കാം. അതാണ് വേണ്ടത്. പിന്നെ ഈ ഓൺലൈനിനകത്ത് സാധനം കയറി ക്ലിക്ക് ആവണമെന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. എന്നോട് ചീമ പറഞ്ഞു തന്നെ. അച്ചമ്മയ്ക്ക് സിനിമാ നടന്മാരുമായിട്ട് വല്ല പരിചയമുണ്ടോ? അവരെ കൊണ്ടൊരു ആശംസ നമ്മളെ അടുത്ത ആളുകളാണ്. പിന്നെ ആശംസ വീഡിയോ പറയും. അപ്പക്കുട്ട സാറ് വഴി നമുക്ക് മോഹൻലാലിൻ്റെ ലാലേട്ടനെ കൊണ്ടൊരു ആശംസ പറയിച്ചാൽ നല്ലതായിരിക്കും. ആ പുള്ളി ഈ പറയുന്ന ഇങ്ങനെ മേൽത്തരം മീനുകൾക്ക്, കളി മീനുകൾക്കും കളർ മീനുകൾക്കും തക്കിടു കളർ മീൻ ആൻഡ് കളിമീൻ സാധനം പറഞ്ഞാൽ അത് ആൾക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിള്ളേർക്ക് പെട്ടെന്ന് വീഴും. അതെ. പിന്നെ അതുപോലെ നമുക്ക് കുറച്ച് മീനുകളെ കുറച്ച് ഡപ്പിക്കകത്താക്കി ഈ മന്ത്രിമാരൊക്കെ വീട്ടിൽ കൊണ്ടുപോയി അവരൊക്കെ മന്ത്രിമാരെ കാര്യമൊക്കെ വിടും. രാഷ്ട്രീയക്കാരെയൊക്കെ ന്യായമായിട്ട്, പക്ഷെ എന്നാലും രാഷ്ട്രീയക്കാരല്ല, കലാകാരന്മാർ വഴി ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതെ അതെ. കുറച്ച് നടിമാരും കുറച്ച് നടന്മാരെയും കുറച്ച് പാട്ടുകാർ, മിമിക്രിക്കാർ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം. ഹലോ, ഇവിടെ മീമിക്ക് നാളില്ലയോ? കർഷകനാന്ന് തോന്നുന്നു. പൂജപ്പുര നല്ല ടീം എന്ന് പറഞ്ഞു. പിന്നെ 10 രൂപ കയറ്റിക്കോ. അതറിയില്ല. അപ്പം തക്കുടു കളർ മീൻ ആൻഡ് കളിമീൻ. ഇതാന്നുള്ള ആള് ഏതാ മീൻ വേണ്ടേ? എടോ, ഇയാൾ ഈ തോട്ടിലെ ആറ്റിലും കിടക്കുന്ന മീനാണോ ഈ ചെറുക്കന് കൊടുക്കുന്നത്? തോട്ടിലാറ്റിലും മീൻ? ആര് പറഞ്ഞു തോട്ടിലാറ്റിലും മീനാന്ന്? പിന്നെ അല്ലാതെ ഞാൻ കണ്ടതല്ലയോ. എനിക്കെന്തൊരു ആറ്റിലും തോട്ടിലും കിടക്കുന്ന മീനെ കണ്ടാ അറിയത്തില്ലയോ? അത് വേറെ, അത് കൂടിയ മീൻ വേറെ, പുറത്തുനിന്ന് വരുത്തിച്ച മീനാണ്. എന്തോ കൂടിയ മീനാടേ. ട്യൂഷൻ ഫീസ് കൊടുത്തു വിട്ട പൈസ എടുത്തുകൊണ്ട് ഈ മീൻ മേടിച്ചോണ്ട് വീട്ടിൽ വന്നു. അതെന്റെ കുറ്റാണ്. അവ അത് പറയാതെ കൊണ്ട് എന്തൊരു പരിപാടിയാ ഇത്. എത്ര പേർക്ക് വയ്ക്കുന്നു? ആരും അങ്ങനെ ലേറ്റസ്റ്റ് നേതാവിന്റെ വീടായിരുന്നു ഇത്. എന്താ പ്രശ്നം? കൊച്ചു പിള്ളേരെയൊക്കെ ഇങ്ങനെ പറ്റിക്കാൻ കൊള്ളാവോ നേതാവേ? നിന്റെ മോനാണാ? പിന്നെ ഇവരെ പറ്റിച്ചു വിട്ടത് എന്ത് മര്യാദകളാണ് ഈ കാണിക്കുന്നത്? കൊച്ചു പിള്ളേരെ ഈ സാധനം കൊടുത്ത് പറ്റിക്കാൻ പറ്റില്ല. മാത്രം കാണിച്ചിട്ട് അവനൊന്നും ന്യായം പറയുന്നത്. വേണ്ട. അങ്ങനെയല്ല, നിന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് കൊച്ചു പിള്ളേരെ മീനും അത് ഇത് കൊടുത്ത് പറ്റിക്കണേ പൈസ വാങ്ങിച്ചിട്ട്. അതെ, എൻ്റെ ഒരു അനിയനാണ് ഇച്ചിരി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വിലക്കിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. മേലാന്മാർ തമ്മാർത്തം കാണിയോ? ഇറങ്ങിപ്പൊക്കെയുള്ള ഇവിടുന്ന്, ഇറങ്ങിപ്പൊക്കെയുള്ള ഇവിടുന്ന്. മീനിന്റെ 500 രൂപ വെറുതെ ആറ്റിലെ മീൻ തോട്ടിൽ കിടക്കുന്ന മീനെ ക്ഷണിക്കുന്നതാ. 500 1000 ഉണ്ട്, വെച്ചോ. പറഞ്ഞു കളിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത പരിപാടിക്കാൻ നടക്കുന്നു. അവൻ ഭൂലോക കച്ചടയാണ്, എനിക്കറിയാം. അവൻ ആടിക്കേസിലെ പ്രതിയാണ്. എന്റെ ക്ലീറ്റോ ചേട്ടാ സമ്മതിച്ച്. ഏട്ടൻ ഇതിനെ എതിർത്തപ്പോ എന്തൊക്കെയാ മനുഷ്യനെ പറഞ്ഞത്? എന്റെ ലില്ലി, നിന്നെ ഞാൻ സമ്മതിച്ചു. കൊടുങ്ങാളോ കുടുംബത്തിനൊരു വീഴ്ച വന്നപ്പോ നീ നമ്മളെ കൂടെ അല്ലേ നിൽക്കേണ്ടത്? ഉടനെ പ്ലേറ്റ് മാറിയാ നീ. പിന്നെ കച്ചവടമല്ലേ, ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ലേ. അവന് ഒട്ടും ശരിയാവൂലേ. അതാ ഒന്നുമില്ലേ, ഞാൻ എവനൊന്ന് ഗുണദോഷിച്ചതാ. വേറെ ആളെ ശബ്ദം കേട്ടല്ലോ. അല്ലല്ല, അത് ഞാൻ ഇച്ചിരി സ്വരം മാറ്റി അവനോടൊന്ന് സ്വരം ഇടറി ഒന്ന് പറഞ്ഞതാ. യവൻ ഈ കച്ചവടത്തിന് അവൻ പറ്റിയതല്ല. യവനെ ഈ ബിസിനസ്സിന് പറ്റിയതല്ല. അളിയൻ പറഞ്ഞാലേ അവൻ വർക്ക്ഷോപ്പിനാണ് നല്ലത്. ഞാൻ ഒരെണ്ണം കൊടുത്തളിയാ. നന്നാവണമെങ്കിൽ ഇതിൽ നന്നാവും. നന്നാവൂലേ?